പ്രേക്ഷകരെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ്. അപ്പോ ആദ്യം തന്നെ നമ്മുടെ മ്യൂസിക് ലൈഫിന്റെ എല്ലാമായ 3 ജഡ്ജസിനെ നമ്മൾ സ്വാഗതം ചെയ്യാണ്. ഔസേപ്പച്ചൻ സാർ വെൽക്കം. ബിന്നി ചേച്ചി വെൽക്കം. ചേച്ചി ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒന്ന് എഴുന്നേറ്റിരിക്കാവോ പ്ലീസ്? മീനാക്ഷി, എന്തോ എനിക്ക് എന്തോരം മെസ്സേജാ വരണേ എന്റെ ഡ്രസ്സിനെ കുറിച്ചിട്ടല്ല, മുഴുവൻ ബിന്നിയുടെ ഡ്രസ് ആഭരണങ്ങൾ ഇന്നലെ വരെ വന്നു. ഞാൻ അത് അയച്ചു കൊടുത്തു. കണ്ട നോക്കത് വെട്ടിത്തിളങ്ങുന്ന ബ്രില്യൻ സ്പാർക്ലിംഗ് ബ്രൈറ്റ് സ്റ്റാർ മിസ്സസ് ബിന്നി കൃഷ്ണകുമാർ. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ഇടുന്ന എല്ലാം എന്റെ ഇതെല്ലാം എന്റെ സ്വന്തം ഡ്രസ്സാ. നോ കർട്ടസി, നത്തിങ്. ഇതുവരെ ഞാൻ എത്രയൊക്കെ 10-20 വർഷമായിട്ട് ടിവികളിൽ ഇരിക്കുന്നു, തമിഴ് ചാനലുകളില് മലയാളം ചാനലുകളിലൊക്കെ എല്ലാം എന്റെ ഡ്രസ്സാ. അലമാരി ഞാൻ എന്താ പറയുമ്പോ ഞാൻ ഇതൊക്കെ കൊടുക്കും ഇങ്ങനെ. എന്നിട്ട് ഇതുവരെ ഇതിപ്പോ 4 വർഷമായി ഫ്ലവേഴ്സിലിരിക്കുന്നു, ഇതുവരെ ഒരെണ്ണം പോലും ഇന്ന് ഡെയിനെ കാണുമ്പോ ഇത് മമ്മൂക്ക് മേടിച്ചെന്നാണോ ഈ ഷർട്ട്? അല്ല, മമ്മൂട്ടി നടൻ അല്ല, പക്ഷെ മമ്മൂക്ക ഇടുന്ന കടയിലത്തെ ഷർട്ടാ. അസലായിട്ടുണ്ട്. ഞാനും മമ്മൂക്കയും ഒരേ ഷോപ്പിൽ നിന്നാണ് ഡ്രസ് എടുക്കുന്നത്. മറിയ ഞങ്ങളൊരു ഫംഗ്ഷൻ പോയിരുന്നു, മമ്മൂക്കയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മയിലിനൊക്കെ വായിച്ചു ഈ അടുത്ത് ഒരു കാതോരം എന്ന് പറഞ്ഞിട്ട്. അന്ന് അദ്ദേഹം ഒരു ഷർട്ട് ഇടുന്നു, ബ്യൂട്ടിഫുൾ ഷർട്ട്. ഞങ്ങള് തൃശ്ശൂർ എന്നെ കൊണ്ട് എല്ലാ കടയിലും തൊഴിലൊറ്റ സ്ഥലത്ത് അതില്ല. പുഷ്പിക്കും. അപ്പോ ഞാനും മമ്മൂക്കയും ഔസേപ്പച്ചൻ സാറും ഒരേ ഷോപ്പിൽ ഡ്രസ് എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കോമ്പറ്റീഷൻ ആരംഭിച്ചാലോ? അയ്യോ, രഞ്ജിനി ചേച്ചി സ്വാഗതം. ചേച്ചി പിന്നെ ഇവിടുത്തെ ആളാണല്ലോ, സ്പെഷ്യൽ സ്വാഗതത്തിന്റെ ആവശ്യമുണ്ടോ? മനസ്സിലല്ലേ നിനക്ക് അവള് വരാത്തപ്പോ ഞാനല്ലേ നിന്റെ കൂടെ വന്ന് തുള്ളിയത്. നന്ദിയില്ല ചേച്ചി, ഞാൻ പറയാറില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ചേച്ചി. ഐ ലവ് യു. ഐ റിയലി ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ഫോർ യു. നീ എപ്പോഴും പറഞ്ഞു ഐ ലവ് യു പറഞ്ഞു. ഒരു ഐ ലവ് യു പറഞ്ഞൂടെ നിനക്ക്? ഐ ലവ് യു ചേച്ചി. ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. അന്നാ പിന്നെ എനിക്ക് ദേഷ്യം വരും. അയ്യോ, ഐ ലവ് യു പക്ഷെ എല്ലാവർക്കും എന്റെ ഐ ലവ് യു മതി. ബിന്നി ചേച്ചി ഐ ലവ് യു ചേച്ചി. ഐ ലവ് യു കണ്ണേ. ഔസേപ്പച്ചൻ സാർ ഒരു ഐ ലവ് യു. ഐ ലവ് യു സർ. താങ്ക് യു. അതെ, ഓക്കെ. അപ്പൊ നമുക്കിനി എന്തായാലും സമയം കളയാതെ കോമ്പറ്റീഷൻ തുടങ്ങാം. അതെ, ആദ്യത്തെ മത്സരാർത്ഥിയെ വിളിക്കാം. SP വെങ്കടേഷ് സാറിന് ട്രിബ്യൂട്ട് നൽകിക്കൊണ്ടുള്ള റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു അജന്യ. നീലക്കണ്ണ നിന്നെ കണ്ടു ഗുരുവായൂർ നടയിൽ ഓടക്കുഴലിൻ നാദം കേൾക്കി സ്നേഹ കടലായി ഞാൻ. നീലക്കണ്ണ നിന്നെ കണ്ടു ഗുരുവായൂർ നടയിൽ ഓടക്കുഴലിൻ നാദം കേൾക്കി സ്നേഹ കടലായി ഞാൻ. നീലക്കണ്ണ നിന്നെ കണ്ടു ഗുരുവായൂർ നടയിൽ ഓടക്കുഴലിൻ നാദം കേൾക്കി സ്നേഹ കടലായി ഞാൻ.
ജന്മം സുമംഗലമായി എന്റെ ജന്മം സുമംഗലമായി നീലക്കണ്ണ നിന്നെ കണ്ടു ഗുരുവായൂർ നടയിൽ ഓടക്കുഴലിൻ നാദം കേൾക്കി സ്നേഹ കടലായി ഞാൻ പല കോടി ജന്മമായി നിന്നെ തേടി അലയുന്നു ഇന്നിതാ ഞാൻ ധന്യയായി ഇന്നിതാ ഞാൻ ധന്യയായി. എന്തൊക്കെയോ സംഭവിച്ചല്ലോ അജന്യ. അജന്യ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറയുന്നു. എന്താ സംഭവിച്ചത്? നല്ലതാണോ സംഭവിച്ചത്? എനിക്കൊന്നും ഓർമ്മയില്ല. തമ്പുരാനറിയാം. നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ പാടാൻ കുഴപ്പമില്ല. പറ്റിയോ? ഓക്കെ. രഞ്ജിനി ചേച്ചി എന്താ സംഭവിച്ചത്? അതായത് അജന്യ ഈ പാട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം ഞാൻ കാറ്റഗിസം സൺഡേ സ്കൂളിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടേന്. അതായിരുന്നു അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വെച്ച് 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 എല്ലാം ഇങ്ങനെ ടേപ്പ് റെക്കോർഡർ പോലെ ഇതായിപ്പോയി. അജന്യ പാടിയേക്കണേല് സ്ലിപ്സ് പോട്ടെ, ഇല്ലാത്ത കുറെ സാധനങ്ങളൊക്കെ ഉള്ളതേ പാടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇല്ലാത്ത കുറെ സാധനങ്ങൾ എക്സ്ട്രാ താൻ ഇടുന്നുണ്ട്. അപ്പൊ അതിന്റെ ശ്വാസം മുട്ടും കൂടെ ഉണ്ട് ഇതില്. ഒക്കെ വേണോ? അറിഞ്ഞോണ്ടല്ല, അപ്പം വന്നതാണെന്ന് തോന്നുന്നു. അപ്പൊ വിറയലാണോ അത്? അങ്ങനെ അല്ല ഇതിപ്പോ നവ്യ നായര് മറ്റേ ഇതില് പറഞ്ഞോളെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാനേ ഞാനേ കണ്ടുള്ളൂ. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചേച്ചി, വന്നു പോയതാണെന്ന്. അതെ വന്നു പോയതാണ്. ഗുരുവായൂർ നടയിൽ നിന്നുള്ളത് ആ ഒരു സംഗതി. ഗുരുവായൂർ നടയിൽ ആ ഇപ്പൊ വീണു, ഇപ്പൊ വീണു. സ്നേഹക്കടലായി ഞാൻ. അതെന്താ അതെന്താ സാധനം? സ്നേഹ അത് ഓക്കെ. രണ്ടാമത്തെ അല്ല ആദ്യത്തെ സംഗതി വന്നിരുന്നു. പക്ഷേ സ്നേഹ സ്നേഹ ഏ, ഏ, ഏ. സ്നേഹ സ്നേഹ ഇത്രയോ സ്നേഹ ഒന്നുമില്ല അതില്. ഇല്ല. സ്നേഹ ആ അതാണല്ലേ. സ്നേഹ ആ അത് അതല്ലേ? രണ്ടാമത്തെ. എനിക്ക് തോന്നിയ ഈ പാട്ട് ഈ ഭയങ്കര പാട്ട് സ്നേഹമായി ഞാൻ ഏറ്റവും ആദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സ്നേഹം വേണ്ട. ഇതിന്റെ അതൊന്നല്ല, ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ SP വെങ്കടേഷ് ചിത്രയോട് പറഞ്ഞു കയ്യിലുള്ളത് മുഴുവൻ ഇട്ടേക്ക്, അങ്ങോട്ട് അഴിച്ചു വിട്ടിരിക്കുകയാണ് സംഗതിയിലിട്ടാൻ. ചിത്രനോട് ചോദിക്കുന്ന ചേച്ചി കേട്ടത് കേക്കാത്ത എന്ന് പറഞ്ഞിട്ട് ഓരോ വരിക്കും സംഗതിയാണ്. റിപ്പീറ്റ് ചെയ്യുമ്പോ വേറെ സംഗതി, മൂന്നാം പ്രാവശ്യം അതിന്റെയൊക്കെ അപ്പുറത്തെ സംഗതി ഇട്ടിട്ട് സംഗതിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയത്. ആണോ? ആ അപ്പൊ അതുകൊണ്ട് അത് പാടുന്നത് അത്ര പകുതി എളുപ്പമൊന്നുമല്ല. ഡാൻസിൽ പോയത് കൊണ്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പകുതി മുക്കാല് ഡാൻസ് സ്നേഹക്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാവും. സ്നേഹക്കടല് ഇത് സ്നേഹക്കടൽ. ഞാൻ മുന്നേ ഇത് പാടിയിട്ടില്ല, അപ്പം പാട്ടെടുത്തപ്പോ സിമ്പിളാന്ന് എഴുതി എടുത്തതാ. പക്ഷെ സിമ്പിൾ അല്ല മോളെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാ. കാരണം ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആണ്, പേസ് കൂടുതലാണ്, ഗ്രൂവും കൂടുതലാണ്. ചേച്ചി പാടിയിട്ടിരിക്കുന്ന സാധനമൊക്കെ അതില് പാടുണ്ട്. അത് കമ്പ്യൂട്ടർ പോലെ എല്ലാം പെർഫെക്റ്റ് ട്യൂണിംഗിൽ പെർഫെക്റ്റ് നോട്ട്സും പാടി വെച്ചു. ഞാൻ പറഞ്ഞില്ലേ 20 എല്ലാ 20 21 ചേച്ചിയോട് മൂക്ക് പിടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സാർ ഇവിടെ നിന്ന് എങ്ങനെ പറഞ്ഞ അല്ല ഇപ്പൊ ഉള്ളത് പറയാൻ പറ്റില്ലല്ലോ. ചേച്ചി പാടിയിട്ടേക്കണ കാര്യങ്ങളെ പറ്റിയാണ് അതെ. അപ്പൊ അത് റെക്കോർഡിംഗ് ഉള്ള നേരം ചേച്ചി മാത്രല്ല എല്ലാത്തിന്റെ ലാസ്റ്റ് സ്ലിപ്പുള്ള പോലെ തോന്നിയുമാ. എനിക്കത് എന്താ തന്നെ, എനിക്ക് ഈ പാട്ട് നീ നന്നായി പാടണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഡാൻസ് ചെയ്ത സോങ് അല്ലേ. ഇനി വേണമെങ്കിൽ ചെയ്യാവോ? നന്നായി പാടാൻ ഉറപ്പ് തന്നാൽ ഡാൻസ് ചെയ്യും. ചെപ്പ് ഓർമ്മയുണ്ടോ രഞ്ജിനി ചേച്ചി? ഞാൻ ഏത് ക്ലാസ്സിലാന്നറിയോ? 8 പഠിക്കുമ്പോഴാണ്. ഇപ്പൊ വയസ്സ് എത്രയെന്നറിയോ? എട്ടിലല്ലേ? ആ ചേച്ചി സാറ് LKG പഠിക്കുന്ന നമ്പറൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഡാൻസ് ചെയ്ത ജീവിച്ചോണ്ടിരിക്കുന്നത്. നമ്പേഴ്സ് ഒക്കെ ഓർമ്മയുണ്ട്. ഡാൻസ് ചെയ്ത എല്ലാ നമ്പേഴ്സും എനിക്ക് ഓർമ്മയുണ്ട്. ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. നന്നായിട്ട് ഡാൻസും ചെയ്യുമായിരുന്നു. അല്ല ഇത് ഇപ്പോഴും ഉടനോ സാറ് പറഞ്ഞു എനിക്ക് മീനാക്ഷിനെ ഭയങ്കര ഇഷ്ടമാണ്, മീനാക്ഷി ഞാൻ ഇതൊക്കെയാണ്, പക്ഷെ ഇപ്പൊ രഞ്ജിനി മതിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടാണ് സാർ എന്നെ കൊണ്ട് ശുക്രമണി എന്ന് വിളിപ്പിച്ചത്. ഞാൻ അതെ അതെ. അല്ലല്ലോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ, തിരിച്ചു പറയാണ്. അതായത് വേണ്ട. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം.
ഞാൻ ഒരിക്കലും രഞ്ജിനി ഇവിടെ വേണമെന്ന് പറയില്ല. കാരണം മീനാക്ഷി അത്ര ഭംഗിയായിട്ട് ചെയ്യുന്നത്. രഞ്ജിനി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് മീനാക്ഷി മതി എന്നാ ഞാൻ പറഞ്ഞു. നമുക്ക് മീനാക്ഷി മതി. അങ്ങനെ ചേച്ചി ഇത് നുണയായാലും ശരിയായാലും ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി. ഞാൻ ബ്രാൻഡിങ് തെറ്റിച്ചപ്പോ സാറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കയ്യടിയും ചിരി വന്നു. അതിപ്പോൾ എന്റെ പരിസരക്കുണ്ട്. ശരി, നമുക്കപ്പൊ ഇതിലേക്ക് കാരണം മോളെ ഇത് ഒരുപാട് സംഗതികൾ ഉണ്ട്. ഈ സംഗതികൾ മോൾ പാടുന്നത് പല സ്ഥലത്ത് ആ സംഗതികൾ വരുന്നുണ്ട്. പക്ഷെ ഒന്നിനും ഒരു ഞങ്ങൾ ഇതിൽ പറയില്ലേ ഒരു അഴുത്തം, അതായത് ക്ലാരിറ്റി ഓഫ് ദാറ്റ്. പാടുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടണം. അതിൽ ഇതിങ്ങനെ അതിന്റെ മേലെ കൂടെ അങ്ങോട്ട് പോയിട്ട് എന്നാൽ തെറ്റൊന്നുമില്ല, നോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ പറഞ്ഞ് പതുക്കെ എന്താ പറയാ, നമ്മൾ വെറുതെ ഇങ്ങനെ പറയില്ലേ, ഉറച്ചു പറയാത്ത പോലെ ത്രൂ ഔട്ട് സംഗതികൾ അങ്ങനെയാണ്. ഒരു പാടി നോക്കില്ലേ നമ്മള് സ്റ്റേജിൽ പാടുന്നതിന് മുമ്പ് നമ്മൾ എന്നൊക്കെ പാടി നോക്കില്ലേ, അതേപോലെയാണ് കേട്ടിരുന്നത്. അത് കുറെ കൂടി കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ അതോ ഇല്ല? പുറത്തുനിന്ന് പാടിയപ്പോ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നന്നായിട്ട് പാടാൻ പറ്റും. മൈക്ക് കിട്ടിയപ്പം എന്താ പറ്റിയെന്ന് അറിയില്ല. അല്ല, അത് മനുഷ്യനായ അങ്ങനെയൊക്കെ ഉണ്ട്. മോളെ ആ ഹമ്മിങ് മാത്രം ഒന്ന് പാടാവോ? പക്ഷെ അത് അങ്ങനത്തെ ഒരു അവിടെ ഇവിടെ തൊടാത്ത ഒരു ഹമ്മിങ് അത്രേ ഉള്ളൂ ചേച്ചി. അത് പക്ഷെ അത് ഇവിടെ നമുക്കത് ക്ലിയർ ആയിട്ടില്ല കേട്ടോ മോളെ. അല്ല, ഇത് കൂടുതലൊന്നും പറയാനില്ല കേട്ടോ മോളെ. അത് ഇനി അടുത്ത പ്രാവശ്യം അതൊന്നൂടെ ശ്രദ്ധിച്ചിട്ട് വരിക. ഇനിയുള്ള റൗണ്ട്സ് നമുക്കില്ല. ഈ റൗണ്ടിൽ എത്രയാണ് ലഭിക്കുന്നതെന്ന് മെന്റേഴ്സിന്റെ മാർക്സ് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം നമുക്കറിയാം. അജന്യ ഇന്നത്തെ മാർക്ക് 93 ഔട്ട് ഓഫ് 100. ഞാൻ 93 on 100 ആണ് ലഭിച്ചിരിക്കുന്ന മാർക്ക്. അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിൽ അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി SP വെങ്കടേഷ് സാറിന് ട്രിബ്യൂട്ട് നൽകിക്കൊണ്ടുള്ള റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു ദിവ്യ. കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവുനുള്ളിവാ മലർക്കാവിലൂടെ വാ കാറ്റിലാടുമീ മുളം കാട്ടിനുള്ളിലും മുഴങ്ങുന്നു ആതിരാ കിളി വരു പാൽക്കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ. പൂഞ്ചിറകോ താഴ്വരയിൽ മന്ദാരപ്പൂനിരയോ പറന്നു വന്നിത്തടങ്ങളിൽ പാടാത്തതെന്തു നീ പൂത്തുമ്പിൽ തുടിക്കും നീർമുത്തും ചാർത്തി നിലാവിൻ പാൽത്തുള്ളി തിരയിളകും കടലും ഇതുവഴി പാതിരാ കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ. മാമലകൾ പൊന്നാട ചാർത്തുകയായി കേലമണി പൊന്മാല കോർക്കുകയായി കിഴക്കുതിച്ചേ നിനക്കൊരാൾ ആർവർണ്ണ പൈങ്കിളി ഈ മണ്ണിൻ പഴം പാട്ടീണത്തിൽ
കിനാവിൽ മൂളുന്നു കഥ പറയും കിളിയെ പറന്നു പാടിവാ ഇതുവഴി പാതിരാ കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവുനുള്ളിവാ മലർക്കാവിലൂടെ വാ കാറ്റിലാടുമീ മുളം കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു പാതിരാ കിളി വരു പാൽക്കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ ദിവ്യ എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? ഇപ്പൊ ഒന്നും പറയാനില്ല. അതെ. ജഡ്ജ്മെന്റ് കഴിയുമ്പോ എനിക്കൊരു കാര്യം എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയാനുണ്ട്. എന്റെ നാട് ഗ്രാമം അങ്ങനെ പറയരുത്. ഇപ്പൊ പറയാണെങ്കിൽ ഇപ്പൊ പറയണം. എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞോ? ഒന്നുമില്ല. ഉറപ്പല്ലേ ഉറപ്പാ. ദിവ്യ? എനിക്ക് ഓർമ്മയില്ല. ജഡ്ജ്മെന്റ് കഴിയുമ്പോൾ ആളൊന്ന് ഫ്രീ ആവാ. ഞാൻ ഒരു ദിവ്യ കാര്യം ആകെ ഒരു പറഞ്ഞോട്ടെ. തമാശയാണ് കേട്ടോ ദിവ്യയുടെ കാര്യം. അതെ ദിവ്യ ആറ്റിങ്കരയുടെ മറ്റേ ജോക്ക് അതെ. പറഞ്ഞത് എന്നോട് ജയരാജേട്ടൻ പറഞ്ഞു, ജയരാജ ആറ്റിങ്കരെ പോയി പാടാൻ പറഞ്ഞ ജോക്ക് മറക്കൂല. എപ്പോ ദിവ്യനെ കണ്ടാലും അത് ഓർക്കുമ്പോ ചേച്ചി ഇവിടെ ഇരുന്നിട്ട് അതൊരു ജോക്കായിരുന്നല്ലേ ഞാൻ ടിവിയിൽ കണ്ടിട്ട് ജയരാജേട്ടനാണെങ്കിൽ ഒരു പാവം. അരമണിക്കൂർ ജയരാജേട്ടനാണെങ്കിൽ പാവ അത് കഴിഞ്ഞൊരു തമാശ പോലും പറഞ്ഞിട്ടില്ല. ജയരാജേട്ടൻ മതിയായി അതോടുകൂടി. ഇനി പാതിരാ കിളി വരൂ പാൽക്കടൽ കിളി എന്ന ഈ പാട്ട് എങ്ങനെയാണ് ദിവ്യ പാടി എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചതാണോ? അങ്ങനെ തോന്നി എനിക്ക്. സെയിം സ്കെയിലാണോ പാടിയത്? അരനോട്ട് കുറച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. ഈ പാട്ട് അരനോട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തീരെ പ്രസൻസ് ഇല്ലാണ്ടാവുന്നുണ്ട്. ഒട്ടും പ്രസൻസ് ഇല്ല. അതായത് താൻ താഴേക്ക് പാടുമ്പോഴത്തേക്കും സ്വകാര്യം പറയണ പോലെ ആയിപ്പോയി. പിച്ച് കുറയ്ക്കുമ്പോഴേ അത് പ്രശ്നമാണ് ചില പാട്ടുകൾക്ക്. ആ പാട്ടിന്റെ തന്നെ പ്രസൻസ് അങ്ങ് പോവും. അതിനെ തരണം ചെയ്യാൻ ഒരു മാർഗമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്താ ഇത്ര വിഷമം? വൈ? ആറിന്റെ ചോദ്യം വല്ലാത്ത വിഷമം എല്ലാത്തവർക്കും വിഷമായി പോകും. ഭയങ്കര പാത്തോസ് സോങ് പാടുന്ന ഒരു ഫീൽ പടത്തിലുണ്ടോ? ട്യൂണിലെ ട്യൂണിലെ pathos ആണ്. കേട്ടോ. അത് ട്യൂണിൽ പാത്തോസ് ഉണ്ടാക്കിട്ടെ അതിനെ നമ്മൾ മറികടക്കാനല്ലേ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നത്. നമ്മൾ പാടി പാതിരാ കിളി ഒരു പാൽക്കടൽ കിളി എന്തു സംഗതിയായാലും ഓണമായിതാ ഇത് പാതിരാ കിളി ഒരു പാൽക്കടൽ കിളി അങ്ങനെ പറഞ്ഞ സാറേ, പക്ഷേ അതേ പിച്ചിലാണ് ഞാൻ പറയണേ, ലോ പിച്ചിലാണ്. പാതിരാ കിളി ഒരു പാൽക്കടൽ കിളി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു പ്ലസന്റ് വരും. പക്ഷെ പിച്ച് കുറഞ്ഞതിന്റെ പ്രശ്നം അപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഇത് ഉറച്ച് പറയുന്നതാണ്, അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ഞങ്ങൾ അഗ്രവേറ്റ് ചെയ്തിട്ട് പറയുന്നതല്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, നോട്ട് അഗെയിൻസ്റ്റ് യു ഓർ എനിത്തിങ്. അപ്പൊ എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര ഒരു പാത്തോ സിറ്റുവേഷനിൽ ഒരു പാട്ടായിരിക്കുമോ എന്ന് പോലും എനിക്ക് സംശയം തോന്നി. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പടത്തിന്റെ ഇത്. കിഴക്കൻ പത്രോസ് ആ സീൻ ഓർമ്മ വരുന്നില്ല. ടൈറ്റിൽ സോങ് ആയിരുന്നു അത്ര പടത്തിന്റെ. അപ്പൊ പിന്നെ പാത്തോസിന്റെ ആവശ്യമില്ലല്ലോ. എനിഹൗ ആ പാട്ടിന്റെ വരികളൊന്നും അങ്ങനത്തെ വരികളല്ല. താനും ദിവ്യ അതിന്റെ അനുപല്ലവി ഒന്ന് പാടി. അത് അനുപല്ലവി. പല്ലവി താഴെയാണ്. പല്ലവിനേലും താഴെയാണ് അനുപല്ലവി. താണുവരും താണുവരും മാലാഖ പൂഞ്ചിറകോ താഴ്വരയിൽ മന്ദാരപ്പൂനിരയോ പറന്നു വന്നിത്തടങ്ങളിൽ പാടാത്തതിന്തുണി ഇങ്ങനെയാ പാട്ടേ മാറി, ഫീലും മാറി, പാട്ടും മാറി. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദിവ്യ, എന്താണ് എപ്പോഴും ദിവ്യ എല്ലാ പാട്ടും താഴെ കുറയ്ക്കുന്നത്? എന്ത് സൗണ്ട്, എന്ത് രസമാണേ കേക്കാൻ. ബാക്കി കൂടെ പാടും. തിരയിളകും കടലും നിലാവിലാടവേ
എന്താ കുഴപ്പം? എന്താ കുഴപ്പം? പക്ഷെ ഇത് രസമായിട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ ദിവ്യേ, ഞാൻ പെൻ വെച്ചെറിയൂട്ടോ. ഇത്രയും നല്ല വോയിസ് എന്തെങ്കിലും കാരണം കൊണ്ടല്ല അവിടെ ഹിറ്റ് ചെയ്തില്ലെങ്കിൽ ചോദിക്കില്ല ഇത് ഇല്ലെങ്കിൽ കുറച്ചുകൂടായിരുന്നോ അങ്ങനെ ഇപ്പൊ നമ്മുടെ തലയിലായി. അങ്ങനെ ഒരിക്കലും ചോദിക്കത്തില്ല. എറിയാൻ പോവാണേ ഞാൻ ഇവിടുന്ന്. ഇത്രയും നല്ല വോയിസ് ഉണ്ടായിട്ട് തനിക്ക് അത്രയും ഇതായിട്ട് നിൽക്കുന്ന താൻ അതിനെപ്പറ്റി കോൺഫിഡന്റ് അല്ലാന്ന് പറയുന്നതിനാണ് പേന എറിയണത്, അല്ലാണ്ട് തെറ്റണേനല്ല. സ്റ്റേജിൽ വരുമ്പോ നമുക്ക് ചെറിയ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇല്ല ടെൻഷൻ ഇല്ല. മോളെ സ്റ്റേജ് എക്സ്പീരിയൻസിൽ കൂടെയാണ് നമ്മൾ ഇമ്പ്രൂവ് ആവേണ്ടത്. ഞാൻ കുറച്ചു മുമ്പ് ഒരു കുട്ടിയോട് പറഞ്ഞ പോലെ സ്റ്റേജിൽ ഇവിടെ നിങ്ങൾ പാടി അപ്പൊ ഈ സ്റ്റേജിൽ നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലോ? സ്റ്റേജ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് കിട്ടുകയല്ലേ. ഇപ്പൊ കുറച്ചു മുമ്പ് പാടിയപ്പോഴത്തേക്കും ഈ അനുപല്ലവി ഇപ്പൊ പാടിയ താണുവരും മൊത്തം പിച്ച് ഔട്ടായിരുന്നു. ഞാൻ എല്ലാത്തിനും കൂടെ വരയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പാടിയപ്പോ എന്ത് രസമായിരുന്നു ചേച്ചി. ചേച്ചിക്ക് ഇഷ്ടായില്ലേ ഹൈ പാടിയത്? എനിക്കിഷ്ടായി രഞ്ജിനി. അതെ, ഇപ്പൊ നന്നായി പാടി. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ, വെനവർ സിംഗിങ്. അതായത് ത്രൂ ഔട്ട് ഉണ്ട് അത് പറന്നു വന്നീ തടങ്ങളിൽ എന്ന് പറയുന്നിടത്ത് ഫീൽ കൊടുക്കുന്നുണ്ട്, ഫീൽ കൊടുത്ത് പാടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ യു ആർ നോട്ട് സിംഗിങ് ടു അസ്, യു ആർ സിംഗിങ് ടു ഇൻ ടു യുവർ മൗത്ത്. ഇങ്ങനെ ഉള്ളിലേക്ക് പാടുക എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്കാ പോകുന്ന ശബ്ദം, ഓപ്പൺ ഔട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ അനുപല്ലവി മാത്രം ഒന്ന് പാടി. താണുവരും മാലാഖ പൂഞ്ചിറകോ. ഇതിപ്പോ ഓക്കെ, ഇത് അല്ലല്ല, ഇത് ഒതുക്കി പാടുന്ന ഒരു ഫീൽ വരുന്നുണ്ട്. അല്ലാണ്ട് പാടുക താണുവരും മാലാഖ. അല്ല, മാലാഖ അങ്ങനെയല്ലേ, മാലാഖ മാലാഖ അങ്ങനെ പാടാതെ മാലാഖ ഓപ്പൺ. താണുവരും മാലാഖ. എന്താ കുഴപ്പം? താണുവരും മാലാഖ അങ്ങനെയാ ഞങ്ങൾ കേൾക്കുന്നത്. അതോ നാച്ചുറലി അങ്ങനെയാണോ? വോയിസിൽ അല്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? തുറന്ന് പാടാൻ ശ്രമിക്കൂ ദിവ്യ. സാരിഗമപാ സാരിഗമപാ ഒന്ന് പാടിയേ. സോറി, ലോല് പാടിക്കോളൂ, ഇത്ര വേണ്ട. പാദനീസ പാദനീസ, അതിനെ പാദനീസ എന്ന് പാടരുത്. പാദനീസ കുറച്ചും കൂടി ഓപ്പൺ. പാ ഓപ്പൺ പാ പാ. അല്ല അത്രേ പറ്റും. ചിലപ്പോ ചില നേരം ക്രാക്കാകും. ശരി, അത് വേട്ടെ. പായും വേണ്ട. ആ ഈ ആ പാടുമ്പോ കുറച്ച് ഈ ഇത് ദിവ്യക്ക് വേണ്ടി മാത്രല്ല കേട്ടോ, ഇത് കേൾക്കുന്നവർക്കൊക്കെ. നമ്മള് ദിവ്യ വിചാരിക്കും ഇത് കേൾക്കുന്ന ഒരുപാട് പേര് ബുക്കും പേനയും എടുത്ത് മുമ്പിൽ ഇരിപ്പുണ്ട്. ഓപ്പൺ ചെയ്ത് പാടണം കേട്ടോ. ഇത് ഇത്രേ ഉള്ളൂ ബേസിക്കലി. ഓപ്പൺ ഔട്ട്, നിങ്ങൾ ഒതുക്കരുത്. ഓപ്പൺ ചെയ്ത് പാടുക ആദ്യം, എന്നിട്ട് എക്സ്പ്രഷൻ അതിൽ പൊന്നാട് അവിടെ നിന്ന് പാടിക്കൊള്ളു. മാമലകൾ പൊന്നാട ചാർത്തുകയായി, ഏലമണി പൊന്മാല കോർക്കുകയായി, കിഴക്കുതിച്ചേ നിനക്കൊരാൾ കാർവർണ്ണ പൈങ്കിളി. ബെറ്ററാണ് ഒള്ളി കുറച്ചും കൂടി ഇത് ദിവ്യ ഇങ്ങനെ പാടി 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 കുറച്ച് കഴിയുമ്പോ തന്റെ വോയിസ് തുറക്കും. അതിലാണ് പിന്നെ ന്യൂആൻസസ് കൊണ്ടുവരുമ്പോൾ ഒതുക്കങ്ങൾ വരണം. ഒരു കാര്യം കൂടെ പറയട്ടെ മോളെ, നമ്മള് ഇപ്പൊ ഓപ്പൺ ആയിട്ട് പാടുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് ചില നേരം ഒരു ചെറിയ സ്ട്രെയിൻ ഇതൊക്കെ തോന്നും. ആ നേരം നിങ്ങൾ പിന്നെ പാടരുത്, ഓഫ് ചെയ്തിട്ട് പോവുക. പിന്നെ ഈവനിങ്ങേ പാടാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് തന്നെ തോന്നും അയ്യോ എനിക്ക് സ്ട്രെയിൻ ആയി, തൊണ്ട വേദനിക്കുന്നു, അപ്പം പിന്നെ പാടരുത്, ഓഫ് ചെയ്തിട്ട് പോകണം. ഓഫ് ചെയ്തെന്ന് പറഞ്ഞത് തൊണ്ടയല്ല, ശ്രുതി ബോക്സ്. ശ്രുതി ബോക്സ് കേട്ടാ. നമുക്ക് മാർക്കിലേക്ക് എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് സങ്കടമാണ്. താനും കരയും നിൽക്കരുത് കേട്ടോ. അയ്യോ ഇല്ല, എന്നാലും നമ്മൾ മാർക്കിലേക്ക് കിടക്കണം. മാർക്കിലോട്ട് കിടക്കാം. നമുക്ക് എന്തായാലും ഈ റൗണ്ടിൽ നമ്മുടെ ദിവ്യക്കുള്ള മാർക്സ് അറിയാം. മോളെ ദിവ്യേ, മോളുടെ മാർക്ക് 93. 93 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു. ജഡ്ജസ്, ഇപ്പോ
ഒരാളിങ്ങോട്ട് വരുവേ. അത് നടന്നു ആരാണെന്ന് വരും. നടന്നു വരുമോ? ആ നടന്നു വരുന്ന ആള് നിങ്ങൾ ആരാണെന്ന് ഗസ് ചെയ്ത് പറയണം. വീണ്ടും സർപ്രൈസ് ആണോ അവിടെ? സർപ്രൈസ്. എപ്പിസോഡ് മുഴുവൻ സർപ്രൈസ്. വീണ്ടും സർപ്രൈസ് എന്നാ? ഞാൻ പോവാ. ഹലോ ഹായ്. ഹായ് ഹായ് മീനാക്ഷി. നീ അല്ലാടെ ഞാൻ നിന്നെ കയറ്റി വിട്ടതാ. ഇതാണ് സർപ്രൈസ്. യെസ് നമസ്കാരം സർ. നമസ്കാരം. ചേച്ചി ഹായ്. രജീഷ് ബ്രോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം എന്നെ കൃഷ്ണകുമാർ സാർ വിളിച്ചു. ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പൊ നോക്കുമ്പോ ചേച്ചി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. കാണാട്ടോ എന്ന് പറഞ്ഞു. ആ ചേച്ചി ഓക്കെ കാണാന്ന് പറഞ്ഞു വിട്ടു. നമുക്കേ ഇവിടെ പലരും അന്തം വിട്ടിരിക്കുകയാണ്. അതെ, ഇത് ആരാണെന്ന് ആരാണ്? സ്വയം ഞാൻ പരിചയപ്പെടുത്തൂ. പറയാം. ആ ഇത് ഞങ്ങളുടെ ആ. എന്റെയും കൃഷ്ണന്റെയും ക്ലോസ് എന്ന് പറയുന്ന ശിഷ്യൻ, ആ. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഇത്. ശിഷ്യനാണ്. So sweet. പേര് രഞ്ജിത്തുണ്ണി. രഞ്ജിത്തുണ്ണിനെ ആഹാ. അതിൽ ഞാൻ പറഞ്ഞ രഞ്ജിത്താണോന്ന് ചോദിച്ചപ്പോ രജീഷ് എന്റെ അടുത്ത് ചെവിയിൽ അല്ലാന്ന് പറയണ സർപ്രൈസ് അല്ലേ? സർപ്രൈസ് പൊട്ടിക്കാനില്ല. സർപ്രൈസ് അല്ല, ഞാൻ ഇങ്ങോട്ട് പോകുമ്പോ ഞാൻ കാറി കയറുമ്പോ എടാ കാറി കയറി 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. ഇവനാണ് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. എടാ വെള്ളം വേണം വേന്ന്. ഇവൻ പോയി വെള്ളമൊക്കെ എടുത്തോണ്ട് വന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇവൻ എന്നെ കാണാം 2-3 പ്രാവശ്യം കാണാന്ന്. ഇവൻ എന്തുവാ കാണാന്ന് പറഞ്ഞ. ആ ശരി എന്താണേലും ഇവിടുന്ന് രജീഷ് ഇത് നമ്മളെ എന്ത് ഹാർട്ടൊക്കെ നിന്നുപോയി. എന്റെ എന്താണ് ഇവിടെ നടക്കുന്നത്? സർപ്രൈസ് ഇനി വേണ്ട. ഇവനെ കുറിച്ച് പറഞ്ഞ ഞാൻ പറയാം. കാരണം പറയൂ. ഞാൻ എൻ്റെ 16ാമത്തെ വയസ്സ് മുതലാണ് ഞാൻ ചെന്നൈയിൽ സംഗീതം പഠിക്കാൻ എന്ന മോഹവുമായി ചെന്നൈയിലേക്ക് പോയത്. അപ്പോൾ പുലിയുടെ മടയിൽ നിന്ന് പറയാം. രണ്ട് സിംഹത്തിന്റെ മടയിൽ. ചേച്ചിയുടെ അടുത്തും സാറിന്റെ അടുത്തേക്കും എന്നെ ആക്കി തന്നത് മധുചേട്ടനാണ്, മധുബാലകൃഷ്ണൻ. നമ്മുടെ ഹണി ബാലകൃഷ്ണൻ. നമ്മുടെ അപ്പോ എന്താ പറയാ, എന്റെ അച്ഛനമ്മയെക്കാൾ കൂടുതൽ ഞാൻ നിന്നിരിക്കുന്നത് എന്റെ ഈ ചേച്ചിയും എന്റെ സാറും. എന്റെ അമ്മ തന്നെയാണ് ആക്ച്വലി പറഞ്ഞു. കാരണം അമ്മയും അച്ഛനേക്കാൾ കൂടുതൽ എന്താ പറയാ, ഒരു 16 വയസ്സുള്ള ഒരു പയ്യൻ എങ്ങനെ വേണമെങ്കിലും ലൈഫിൽ പല പല വഴികൾക്ക് പോവാം. പക്ഷെ അന്നും ഇന്നും സാറിന്റെ ഒരു ഗൈഡൻസ്, ചേച്ചിയുടെ ഒരു കെയറിങ്, ഇതുകൊണ്ടാണ് ഞാനടക്കമുള്ള എല്ലാ ശിഷ്യഗണങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ചേച്ചിയൊക്കെ നമ്മളെ എന്താ പറയാ അത്രയും കെയറിങ് ആണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ സുഹൃതമാണ് ഈ 2 ഗുരുക്കന്മാരെ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇത് വേറെ ഒന്നും കൊണ്ട് പറയണല്ല, സത്യമായിട്ടും പറയുന്നതാണ്. ബിക്കോസ് ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ അങ്ങനെ പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ ഇതുണ്ട്. രജീഷ് ബ്രോ ഇതൊരു 4 എപ്പിസോഡായിട്ടെങ്കിലും മിനിമം ടെലികാസ്റ്റ് ചെയ്യണം. ഇവൻ ആദ്യമായിട്ട് ശിവാംഗിയും ഒക്കെ. ശിവാംഗിക്ക് എത്ര വയസ്സുണ്ട്? ശിവാംഗി ജനിച്ചിട്ടുണ്ടോ? 1.5 വയസ്സ്. ശിവാംഗിക്ക് 1 വയസ്സ്. സുന്ദറിന് മോൻ എൻ്റെ വിനായകന് ജനിച്ചിട്ടില്ല. ഈ കൊച്ചാണ് ഇവൻ. ഞങ്ങള് അപ്പൊ കൊറേ ബിസി ഇതിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇവനെയാണ് പിള്ളേരെ കൊടുത്തിട്ട് പോകും. പാവം കേട്ടോ ഈ പയ്യൻ. ഗുരുകുല വിദ്യാഭ്യാസം ചെയ്ത ഒരു പയ്യനാണ് ഇവൻ. ഒരുപാട് ഞങ്ങള് ഗുരുവിനെ, ഞങ്ങൾക്ക് ഇവൻ ശിഷ്യനല്ല, ഞങ്ങളുടെ എന്താ പറയണ, ഒരുപാട് ഈ കൊച്ചു ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും A to Z രഞ്ജിത്തെ എന്ന് വിളിക്കും, ഓടി വരും പാവം. എന്നിട്ട് ആദ്യമായിട്ട് പാടി, ഇവൻ MA MPhil ആണ് അല്ലേ മ്യൂസിക്കില്. അപ്പൊ പാടി ആദ്യമായിട്ട് കിട്ടിയ ശമ്പളം കൊണ്ട് ആദ്യമായിട്ട് എനിക്ക് മേടിച്ചെന്നൊരു വില കൂടിയ ജിമുക്ക കമ്മല്. പിന്നെ പോണടുത്തല്ല, ഞാൻ എവിടെ പോയാലും ജിമുക്ക മേടിക്കാൻ പോയാലും ഇവനെയും കൊണ്ടുപോകും. ഈ ജിമുക്ക കൊള്ളാം, എല്ലാ ജിമുക്കുകളും സെലക്ട് ചെയ്യണ ഇവനാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവൻ കല്യാണം കഴിച്ച ഭാര്യയ്ക്കോ ജിമുക്ക ഭയങ്കര ഇഷ്ടം. ഭാര്യയ്ക്കും ഇങ്ങനെ ഇവൻ ജിമുക്ക മേടിച്ച് കൊടുത്ത് അവസാനം എന്റെ മേട ജിമ്മിക്ക് കമ്മൽ ഇവനാണ് പാടിയത്. വിനീത് ശ്രീനിവാസന്റെ കൂടെ വിനീത് ശ്രീനിവാസന്റെ കൂടെ എന്റെ മേട ജിമ്മിക്ക് കമ്മൽ പാടിയത്. ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്. വളരെ ചെറിയൊരു ബന്ധമാണ്. കാരണം എന്നെക്കാൾ 1 വയസ്സ് സീനിയറായ എന്റെ സ്കൂൾമേറ്റ് ചേച്ചിയാണ്. അല്ല, ആ പാട്ടിനെ കുറിച്ച് ചോദിക്കാം. അപ്പൊ ശരിക്കും കൃഷ്ണൻ അത് കട്ടുകൊണ്ട് പോയിരുന്നു? കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻസ്. വേറൊരു കാര്യമുണ്ട്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചേച്ചി തമിഴില് തമിഴ്ന്നല്ല, ഒരു എടുത്തു പറയാൻ പറ്റിയ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ചന്ദ്രമുഖിയിലെ രാര എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ടിന് റെക്കോർഡിങ്ങിന് കൂടെ പോയത് ആരാ? എല്ലാ പാട്ടിനും എല്ലാത്തിനും രഞ്ജിത്ത് ഉണ്ടെങ്കിൽ പിന്നെ കൃഷ്ണനും ഒക്കെ ഇതാ
പാവം കൂടെ ഇപ്പം ചേച്ചി ഇത് ഏത് പാട്ട് അപ്പോഴും ഞാൻ ഇല്ല പറഞ്ഞില്ല. അതിന്റെ ഇത് ഞാൻ പറയാം. അന്ന് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ചേച്ചി. ചേച്ചി നാട്ടിൽ പോയി, സമ്മർ വെക്കേഷൻ സമയത്ത് പിള്ളേരായിട്ട് നാട്ടിൽ പോയി. അപ്പോൾ സാറിൻ്റെ അടുത്ത് ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചേച്ചി വരുന്നു. അപ്പം ചേച്ചിയെല്ലാം നാട്ടിൽ പോയേ? ആ വന്നു എന്ന് മാത്രം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നാളെ നീ ഫ്രീ ആണോ, എനിക്ക് ഒരു സ്ഥലം വരെ പോകാണ്ടൊന്ന് കൂടെ വരുമെന്ന് പറഞ്ഞു. സാറ് ബിസിയാണെന്ന് പറഞ്ഞു. ശരി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയപ്പോഴത്തേക്കും സ്റ്റുഡിയോയിൽ കയറുന്നു. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മാനേജർ സാർ വന്നു, മുരുകൻ വിദ്യാർത്ഥിയുടെ മാനേജർ വന്നിട്ട് പറയുന്നു, ഇപ്പൊ വരണ്ട, നിങ്ങൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരും, ഫുഡൊക്കെ കഴിച്ചു വരും എന്ന് പറഞ്ഞു. എനിക്ക് ഫുഡ് കഴിക്കാതെ ഞങ്ങള് പോയി. അപ്പൊ ഞാൻ കൂളായിട്ട് ചേച്ചി എന്താ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാ എന്ന് പറഞ്ഞ് കഴിക്കാനൊക്കെ പോയി. അപ്പൊ ആ സമയത്ത് വളരെ ഹൈപ്പിലുള്ളൊരു ഇതാണ്, രജനികാന്ത് സാറിന്റെ മൂവി വരുന്നു, ചന്ദ്രമുഖിയാണ്, മണിച്ചിത്തായന്റെ റീമേക്കാണ്. ഇതൊക്കെ നമ്മൾ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ്. അങ്ങനെ പോയി ഭക്ഷണം കഴിക്കായിരുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ ദോശ എടുത്ത് വായിലേക്ക് വെക്കുമ്പോഴത്തേക്കും എടാ ഒരു മുറ വന്ന് പാർത്തായില്ല, എന്റെ തമിഴാ പാടാൻ പോണത്. അമ്മേ, അത് ഒരു ദിവസം പോയി 2 ദിവസം പോയി അവിടെ ഉള്ള കൊതുകുകളെ കൊല്ലാൻ വേണ്ടി മാനേജർ തന്ന ബാറ്റൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മോസ്കിറ്റോ ബാറ്റൊക്കെ ഇറങ്ങിയ സമയം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് രാര പാടി ഹിറ്റായ സമയത്ത് പല പല പ്രോഗ്രാമുകളിലും ആ സമയത്തൊക്കെ പ്രോഗ്രാംസ് ഒക്കെ പോകുമ്പോൾ പിള്ളേരൊക്കെ എന്റെ കൂടെയാ. രണ്ടുപേരും ഇവന്റെ മടിയിൽ കയറി ആരിക്കണം, രഞ്ജിച്ചേട്ടന്റെ കൂടെ ഞാൻ രണ്ടുപേരും നോക്കുമ്പോൾ മടിയിൽ ഇവൻ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അപ്പൊ കഷ്ടം കേട്ടോ, ചില നേരം ഞങ്ങൾ കച്ചേരിക്ക് പോകുമ്പോൾ എന്നിട്ട് ചില നേരം ബാത്റൂമിലൊക്കെ അവർക്ക് പോകുമ്പോൾ പാവം അടുത്തുള്ള വീട്ടിലെ കന്നഡ മാമിയെ കൊത്തിലൊക്കെ വിളിച്ചോണ്ട് വന്നാണ് അവരെ കഴിക്കുന്നത്. ഒരു രസകരമായ സംഭവം പറയാം. ബാച്ചലർ ലൈഫിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് AC ഒന്നുമില്ല. അപ്പോൾ ചേച്ചി ഒരു ദിവസം സാറ് US കോൺസേർട്ടിന് പോയപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു, എടാ നീ ഇന്ന് ഇങ്ങോട്ട് വാ, ഇന്ന് രാത്രി നമുക്ക് ഇവിടെ കിടക്കാം, കുഴപ്പമില്ല, ഇവിടെ AC ഉണ്ടല്ലോ, സുഖമാണ്. ഞാൻ ദൈവമേ AC കിട്ടും, AC റൂമിൽ കിടക്കാന്നുള്ള ഇതിൽ ആഹ്ലാദിച്ച് പോവുക. ഞങ്ങൾ വീട്ടിലിരിക്കുന്നു. അപ്പോൾ ചേച്ചി ഡിന്നറൊക്കെ തന്നു. ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നൊരു ശബ്ദം. നോക്കിയപ്പോഴത്തേക്കും ട്രിപ്പായി. നോക്കി കഴിഞ്ഞ് പുറത്തേക്ക് ബാക്കിയുള്ള വീടുകളെല്ലാം കറണ്ടുണ്ട്, ഈ വീട്ടിൽ മാത്രം കറണ്ട്. അന്ന് രാത്രി AC-ൽ കിടക്കാൻ വന്ന ഞാനാ. കറണ്ട് അപ്പൊ വരും ചേച്ചി, ഇത് തന്നെയായിരുന്നു രാവിലെ വരെ. ഈശ്വര ഭഗവാനെ സുന്ദരൻ നല്ല തന്നെ വരുത്തണേ. പക്ഷെ എന്റെ 46ാമത്തെ ബർത്ത്ഡേക്കാന്ന് തോന്നുന്നു ഇവൻ, ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ചേച്ചിയുടെ ഈ ബർത്ത്ഡേ സമയം എന്ന് പറയണത് കൊറോണ സമയത്തായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ശ്വേത എന്നെ മെസ്സേജ് ഇട്ട് പറഞ്ഞു, രഞ്ജിത്തെ ബിനിച്ചിന്റെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണ്ടേന്ന്. അപ്പോൾ ഇതേപോലെ ഞങ്ങളുടെ ശിഷ്യഗണങ്ങളിൽ ഒരാളുടെ കല്യാണം, ഈ കൊറോണ ഒരു ഫസ്റ്റ് വേവ് കഴിഞ്ഞ സമയത്ത് കല്യാണം നടന്നു. അപ്പോൾ ചേച്ചി ഒരു വലിയ വിനായകൻ ഗണപതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ. അപ്പോൾ ഞാൻ വെറുതെ തമാശയ്ക്ക് ഒരു വരി എഴുതി വെച്ചു, അതങ്ങനെ വിട്ടു തമാശ എന്നുള്ള രീതിയിൽ. പക്ഷേ ശ്വേത ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ശ്വേത ഒരു ചെറിയ ഒരു സ്പാർക്ക് എൻ്റെ മൈൻഡിലുണ്ട്, അതൊന്ന് ഡെവലപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ സിബൻ സാർ, എനിക്ക് ഇന്നും അറിയില്ല, ഞാൻ ചേച്ചിയുടെ അടുത്തും സാറിൻ്റെ അടുത്തും ഈ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിരുന്നല്ലാണ്ട് സംസ്കൃതം ഞാൻ എൻ്റെ ലാംഗ്വേജ് അല്ല. പക്ഷേ സംസ്കൃതത്തിൽ എന്നെ കുറിച്ചൊരു പാട്ട് കൃതി എഴുതി കമ്പോസ് ചെയ്തു വസന്തരാഗത്തില്. സംഗീത മഹാവിദ്യ സ്വരൂപ സംഗീത നായിക മഹാവിദ്യ സ്വരൂപ. സംഗീത ഞാന്, എന്റെ പേര് സംഗീത എന്നാണല്ലോ. അങ്ങനെ വലിയൊരു കൃതി ഉണ്ടാക്കി ഇവരെല്ലാം ഒക്കെ 46ാമത്തെ ബർത്ത്ഡേക്ക് ഇതെന്നെ TV-ലിട്ട് കാണിച്ച് ഞാൻ കരഞ്ഞ് വിളിച്ച്. ആക്ച്വലി അതിന്റെ മീനിങ്, എന്റെ മനസ്സിൽ വന്ന മീനിങ്, സംഗീത നായിക എന്ന് പറയുന്നത് സരസ്വതി ദേവിയാണ്. ഞങ്ങളുടെ സരസ്വതി ദേവി ഞങ്ങളുടെ എന്ന് പറയുമ്പോ എല്ലാരും ഉണ്ട്. അല്ല, ഇപ്പൊ പാട്ട് കേട്ടപ്പോ ഞങ്ങൾക്കൊരു ആഗ്രഹം, ആ ജിമിക്കി കമ്മല് പാട്ട് ഒരു 4 വരി കേൾക്കാം. എന്റെ മെട ജിമിക്കി കമ്മൽ എന്റെ പൺ കട്ടോണ്ട് പോയേ, എന്റെ പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. എന്റെ മെട ജിമിക്കി കമ്മൽ എന്റെ പൺ കട്ടോണ്ട് പോയേ, എന്റെ പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. ഇവിടൊരു ചാകരയും വേലകളിയും ഒത്തു വന്ന പോൽ ചിലരുടെ തോർത്തു കീറിപ്പോയ കാര്യമോർത്തു പോകവേ, അലകടൽ കാറ്റിനു നീ കാതുകുത്താൻ പാടുപെടേണ്ട, സദാചര സേനാപതി വീര പടുകാമലോലുവ. എന്റെ മെട ജിമിക്കി കമ്മൽ എന്റെ പൻ കട്ടോണ്ടു പോയേ, എന്റെ പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുളിച്ചു തീർത്തേ. എന്റെ മെട ജിമിക്കി കമ്മൽ എന്റെ പൻ കട്ടോണ്ടു പോയേ, എന്റെ പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ.
ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്യോളം ചുമ്മാ ഊതാൻ നോക്കാതെ തായം കളിക്കാൻ നിൽക്കാതെ വട്ടം ചുറ്റി ചോരെല്ലാം വട്ടപൂജ്യം പോലായേ വെട്ടം കാണാൻ കൊതിയായേ വെട്ടത്തിറങ്ങാൻ മടിയായേ കലിവേഷം പോയടാ ഇനി വേഷം മാറടാ മലയാറ്റൂർ പള്ളിയിൽ ഒരു കുരിശും കൊടനേരാം മല പോലെ വന്നത് എലി പോലെ പാഞ്ഞടാ ചെന്നം പിന്നം ചെല്ല മഴ പൊടിക്കുന്നു പൊടിയൂട്ടകളെ എന്റെ മേട ജുമുക്കി കമ്മൽ എന്റെ പൻ കട്ടോണ്ടു പോയേ എന്റെ പന്റെ ബ്രാണ്ടി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ എന്റെ മേട ജുമുക്കി കമ്മൽ എന്റെ പൻ കട്ടോണ്ടു പോയേ എന്റെ പന്റെ ബ്രാണ്ടി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ ഇവിടൊരു ചാകരയും വേലകളിയും ഒത്തുവന്ന പോൽ ചിലരുടെ തോത്തുകീറിപ്പോയ കാര്യമോർത്തു പോകവേ അലകടൽ കാറ്റിനു നീ കാതുകുത്താൻ പാടുപെടേണ്ട സദാചര സേനാപതി വീര പടുകാമലോലുവ എന്റെ മെട ജുമുക്കി കമ്മൽ എന്റെ പൻ കട്ടോണ്ടു പോയേ എന്റെ പന്റെ ബ്രാണ്ടി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ എന്റെ മെട ജുമുക്കി കമ്മൽ എന്റെ പൻ കട്ടോണ്ടു പോയേ എന്റെ പന്റെ ബ്രാണ്ടി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ അല്ലല്ലാ ശിഷ്യന്റെ പാട്ടിന് ഗുരു ഡാൻസ് എന്റെ ബിന്നി ഈ പാട്ട് ഫസ്റ്റ് ലൈൻ തുടങ്ങിയതിന് ശേഷം ഞാൻ എന്റെ വായടത്തത് കഴിഞ്ഞപ്പോഴാ ഞാനിരിക്കുന്നത്. എന്ത് രസമാണ് ആ ശബ്ദം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇവരെ ഒരു മ്യൂസിക് ഡയറക്ടറും കൂടെ 3-4 ഫിലിം ചെയ്തു ഇപ്പൊ. ഓ സാർ, എനിക്ക് ഭാഗ്യം കിട്ടിയത് സുനിധി ചൗഹാൻ മാഡത്തിന് ഒരു പാട്ട് എനിക്ക് പാടിക്കാൻ പറ്റി. ശിവാംഗി ലാസ്റ്റ് പടത്തില് പാടി. അത് ശിവാംഗി കൂടെ പാടിയിരിക്കുന്നത് നമ്മളെല്ലാരും കൊതിക്കുന്ന ഒരു സിംഗറാണ് നോർത്ത് ഇന്ത്യന്ന്, ജാവേദ് അലി സാറിന്റെ കൂടെ. അപ്പൊ ഇനി ഇതേ ഈ പിള്ളേരൊക്കെ ഉണ്ട്, നമ്മുടെ പിള്ളേരൊക്കെ പാടിച്ചോണം അടുത്ത സിനിമയില്. 2 ഫിലിം എന്താ വന്നിട്ടുണ്ട്, 2-3 ഫിലിം വന്നിട്ടുണ്ട്. എല്ലാരെയും പാടിച്ചോണം പിള്ളേരെയൊക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാം, ഇപ്പൊ അമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് ഒരിക്കലും സാർ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചില്ല ഒരു കമ്പോസർ ആവുന്നത്. പക്ഷെ ഗുരു അനുഗ്രഹം. കാരണം ഞാൻ ബിന്നി ചേച്ചിയുടെ ആ കൃതി കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറയാം അന്ന് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇത് കഴിഞ്ഞിട്ട് ചേച്ചി എങ്ങാനും ചീത്ത പറയുമോന്ന് അറിയാം, ഭയങ്കര പേടി. കാരണം ക്ഷിപ്ര കോപിയ അങ്ങനെ ഒരു മുഖമുണ്ടോ? നല്ല പോലെ അറിയാം. ഭാഷ ക്ലാസ്സിൽ ഭയങ്കര സ്ട്രിക്റ്റാ ഞങ്ങള്. ചേച്ചിയല്ല, ചേച്ചി നല്ല തമാശയൊക്കെ പറഞ്ഞ ക്ലാസ്. ഇവനോ തമാശ എന്ന് പറഞ്ഞാൽ ഭയങ്കര സത്യം, ഭയങ്കര തമാശ, എല്ലാരും ചിരിക്കും. ഇവൻ ഈ കാണണല്ല. അല്ല ബിന്നി ചേച്ചി, ഒരു കാര്യം ചെയ്യാം, ആളെ നമ്മൾ പെട്ടെന്ന് വിടുന്നില്ല. ഇവിടെ നമ്മുടെ ഇവിടെ ഇരുന്ന് നമ്മുടെ പാട്ടിലെ അമ്മയുടെ പാട്ട്, അമ്മ എന്താ ഞാൻ പറയാൻ സാർ. കാരണം ഫസ്റ്റ് ടൈം ഞാൻ കമ്പോസ് ചെയ്ത പാട്ട് ഒരു അമ്മയ്ക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ടായിട്ടാണ് ഞാൻ കമ്പോസ് ചെയ്തത്. ഇവനെ ഇത് നിന്റെ തുടക്കമായിരിക്കും. അല്ല, കാണാൻ ഒരു ലുക്കില്ലെന്ന്. നമുക്ക് ഫേവറേറ്റ് പാട്ടാ. ആണോ? ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി. താങ്ക് യു. പക്ഷെ ഇതിനൊക്കെ ഇൻസ്പിറേഷൻ ഔസേപ്പച്ചൻ സാറിനെ പോലെ ലെജൻസ് ചെയ്ത ഇഷ്ടം പോലെ ലല്ലബീസ്. എന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ലല്ലബിയാണ് ഏതോ വാർമകൻ സാർ. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ലല്ലബീസാ. നീ സാറിന്റെ കാലയിൽ വന്ന് എന്തായാലും ഇവിടെ കാണുമല്ലോ, നമ്മുടെ കോമ്പറ്റീഷൻ നടക്കട്ടെ. നമുക്ക് തമാശ പറയാട്ടോ. ഇനി അല്ല ഇനിയാണല്ലോ, ഇനി ഡ്യുവറ്റ് റൗണ്ട്. ഡ്യുവറ്റ് റൗണ്ട് പെർഫോം ചെയ്യാനായി എത്തുന്നു നിമിഷ. പാവനിക്കുട്ടിയോടെ കൊറേ നേരിട്ട് ഞാൻ കാണുന്നില്ല. മുത്തശ്ശിയുടെ കയ്യിലാ? അതെ, വല്യമ്മയുടെ വല്യമ്മയുടെ. ഓക്കെ. അപ്പൊ കൂടെ ഇന്ന് ആരാണ് പാടാൻ വരുന്നത്? കൂടെ പാടാൻ വരുന്ന ആളെ വരൂ എന്ന് പറഞ്ഞാൽ മതി, പേര് പറയണ്ട. കൂടെ പാടാൻ വരുന്നയാളെ വരൂ. വരൂ.
നിങ്ങളെല്ലാവരും നല്ല പാട്ടുകാരാണ്. ഞാൻ മ്യൂസിക് കണ്ടിന്യൂ ചെയ്ത് പഠിക്കും. ഇപ്പോൾ ഒരു ബ്രേക്കിലായിരുന്നു. ലൈക്ക് ഞാൻ പറഞ്ഞ മോനായതിനു ശേഷം പഠിക്കാൻ അധികം പറ്റിയിട്ടില്ല. അത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഇതുപോലെ കിട്ടുന്ന അവസരങ്ങൾ നന്നായി യൂട്ടിലൈസ് ചെയ്യും. ഇതാരാ ഒരു അമ്മ പറ്റിയ മക്കളാണോ? അതെ. രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സ് ഒരുമിച്ച് പോയി എടുത്തു. ഒരുമിച്ചെടുത്തു. ഓക്കെ. ഏത് പാട്ടാ പാടാൻ പോകുന്നത് നിമിഷ? നാവാ മുകുന്ദ ഹരേ, ദേശാടനത്തിൽ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം അല്ലേ? ഓക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പമഗ മഗ മഗരി സ പമഗ മഗ നീദ പമ പ പമഗ മനിദ പമ പ പമഗ മഗ മഗരി സ പമഗ മഗ പമഗ മഗ മഗരി സ പമഗ മഗ നവമുകുന്ദ ഹരേ ഗോപാലക പാഹി മുകുന്ദ ഹരേ നവമുകുന്ദ ഹരേ ഗോപാലക പാഹി മുകുന്ദ ഹരേ വരദായക യദു നന്ദന സുന്ദര നാവ മുകുന്ദ ഹരേ ഗോപാലക
പാഹി മുകുന്ദ ഹരേ വരദായക യദു നന്ദന സുന്ദര നാവ മുകുന്ദ ഹരേ ഗോപാലക പാഹി മുകുന്ദ ഹരേ. ആഹാ വെരി വെൽ സൺ. ഹായ് ആര്യ. ഹായ് മീനാക്ഷി, ഹായ്. എങ്ങനെ പാടിയെന്ന് തോന്നി? നന്നായി തന്നെ പാടി. നന്നായി തന്നെ പാടി. രണ്ടു വാക്കിൽ കൂടുതൽ ഉത്തരങ്ങൾ ഒന്നും പ്രതീക്ഷിച്ച ഒരു ചോദ്യം അവിടെ ചോദിക്കരുത്. ആര്യ ഹാപ്പി ആയില്ലേ? ഹാപ്പി. ഭയങ്കര വിഷമത്തിൽ പോയ ആളാണല്ലേ? വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ ഡബിൾ സന്തോഷായില്ലേ? അതെ അതെ, ഈ സ്റ്റേജിൽ വീണ്ടും പാടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ആ തകർത്തു, നന്നായി പാടി. താങ്ക് യു സർ. നിങ്ങൾ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ പോർഷൻ എന്താന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാടുമ്പോ എന്തൊരു ബ്ലെൻഡാണിത്. നിങ്ങളുടെ വേഷം പോലെ തന്നെ നിങ്ങളുടെ സ്വരം താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വേണുനാഥം മൃദു സിഞ്ചിതം മനസ്സി ഭാവയാമി മുനിജന രഞ്ജന. ആ പോർഷനില് ഐ ലവ്ഡ് ദ വേ യു പുട്ട് യുവർ ദാറ്റ് ഗമഗാസ് ആൻഡ് ഓൾ ദാറ്റ്. താങ്ക് യു സർ. ഒരുമിച്ചാണോ അത് പാടിയത് അതോ സിംഗിൾ? സിംഗിള് നിമിഷ പാടിയത് അല്ലേ? ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ പോർഷൻ. പിന്നെ ഒരു സ്ഥലം മാത്രം എനിക്ക് ഒരു ഡൗട്ട്, അത് കനകതരംഗിത യമുനാ തീരെ. അത് കഴിഞ്ഞ് മറ്റേ ആൾ പാടുമ്പോൾ കനകതരംഗിത യമുനാ തീരെ സംഗതി ചെറിയൊരു ഇംപ്രവൈസേഷൻ ഉണ്ട്. അത് രണ്ടിലും എന്തോ ചെറിയ പാളിച്ച. ഒന്ന് പാടുക ആ ഒരു പോർഷൻ മാത്രം. പാടിക്കോളൂ, കുഴപ്പമില്ല. ഇത് വരുന്നുണ്ടോ, പാടിക്കോ. ആഹാ, ഇതുമാതിരി വന്നില്ല കേട്ടാ. അത് കഴിഞ്ഞിട്ട് യു sang it. Both sang very well. ഇപ്പൊ രണ്ടും നന്നായി. ഇതേപോലെ ആ മറ്റൊന്നും കൂടി മധുരം ഗായക ഹൃദയ വിഹാരി, അത് ഓപ്പോസിറ്റ് ആണല്ലോ. യൂസിങ് ദ ഫസ്റ്റ് പോർഷൻ. മധുരം ഗായതി ഹൃദയ വിഹാരി. എന്ത് രസമാ യൂസിങ്. മധുരം ഗായതി ഹൃദയ വിഹാരി. പുഷ്പം പോലെ പാടുന്നു ഇപ്പൊ. നന്നായിട്ടുണ്ട്. ഇത്രയാണ് ഈ പാട്ടിനെ കുറിച്ച് എനിക്ക്. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പാടിയിട്ടുണ്ട്. ബാക്കി ഈ ചേച്ചിമാര് പറയും. എന്റെ മൂത്ത ചേച്ചി പറയും. അല്ല, ഞാൻ ആദ്യം ഇതിനകത്ത് ഈ പാട്ടിനകത്ത് ബിഹാഗ് രാഗം എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ? ബട്ട് ദിസ് സോങ് ഈസ് മോർ ക്ലോസ് ടു യമുന കല്യാൺ. നിങ്ങൾ നന്നായിട്ട് പാടി. സാറ് എല്ലാം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച്, ഞാനും നമ്മൾ മൂന്നുപേരും കൂടെ അത് പറയുമായിരുന്നു. എന്ത് രസമാണ് നിങ്ങളുടെ ആ ഒരു സിങ്ക്രണൈസേഷൻ. ശരിക്കും നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത പോലെ നമുക്കത് തോന്നി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഒരുമിച്ച് കേൾക്കുമ്പോൾ നല്ലൊരു ആ ഒരു ഭക്തിസാന്ദ്രമായിട്ട് നമുക്കതിൻ്റെ നിങ്ങളുടെ കൂടെ ഞങ്ങളും അങ്ങ് ട്രാവൽ ചെയ്തു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ചില ചരണത്തിൽ ചില പോർഷൻസ് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാമായിരുന്നു, ചില സംഗതികൾ. ആര്യക്കുട്ടി സുഖമല്ലേ? അപ്പൊ ശരി, ഗോഡ് ബ്ലസ് യു. രണ്ടുപേരും നന്നായി പാടി. ആര്യ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ ആണ് ആര്യയുടെ ഒച്ച കേൾക്കുന്നതെന്ന് പറയുന്നത്. കാരണം എനിക്കൊരിക്കലും ആര്യ ഇവിടുന്ന് പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്കങ്ങനെ താൻ ഇവിടെ എലിമിനേറ്റ് ആവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല. കാരണം അത്രയും നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് താൻ. വോയിസ് ആണെങ്കിലും കഴിവാണെങ്കിലും ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഓൺ സ്റ്റേജ്. അപ്പൊ ആര്യ പോയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഷോക്കായി. എനിക്ക് മാത്രമല്ല, സാറിനും ചേച്ചിക്കൊക്കെ ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരു കുട്ടി. ബട്ട് ഇറ്റ്സ് സോ ഗ്രേറ്റ് ടു സീ യു ബാക്ക് ഇവിടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? താൻ ഇനിയും കുറേ പാടും. തനിക്ക് പാട്ട് നിൽക്കാനൊന്നും പോകുന്നില്ല. ബിക്കോസ് ചിലവർ പാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടാനായിട്ട് ഒരു നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും പാടും. അപ്പൊ താങ്ക് യു സോ മച്ച്. ലുക്കിംഗ് ലവ്ലി ആസ് ഓൾവേസ്. വെരി പ്രിറ്റി ഗേൾ ആണ്. അതേമാതിരി തന്നെ അതൊക്കെ കൊടുത്ത് എന്തൊരു സപ്പോർട്ടായിരുന്നു എന്നറിയോ. നിങ്ങൾ രണ്ടുപേരും കൂടെ പാടുമ്പോൾ സാറ് പറയുന്നു, അത് തന്നെയാണ് ഞാനും ഓർത്ത് വെച്ച് തന്നെ സാറ് പറഞ്ഞു. ഒന്നിച്ച് പാടുമ്പോ ഭയങ്കര സിങ്ക് ആയിരുന്നു, ഭയങ്കര രസം. അതിന്റെ അർത്ഥം മനസ്സിലായ അതും പറഞ്ഞുതരാം. ഇത് ഞാൻ ഗംഭീരമായിട്ട് പാടും എന്നുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് വന്ന് പാടിയാൽ ആര്യ ക്യാൻ ഡു വണ്ടേഴ്സ്. Because you can. You have that talent. Okay,
അപ്പൊ ഇനി മാർക്കിലേക്ക് മാർക്കിലേക്ക് പോവാം. കിടക്കാം അല്ലേ? യെസ്, നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. മാർക്ക് അവരുടെ മെന്റേഴ്സിന്റെ മാർക്ക് ഒന്ന് മാർക്സ് കണ്ടോട്ടെ. എത്രയാണെന്നുള്ളത് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം ജഡ്ജസിന്റെ മാർക്സ് അറിയണം. നിമിഷയ്ക്ക് ജഡ്ജസ് കൊടുക്കുന്ന മാർക്സ് എത്രയാണെന്ന് അറിയണം. എന്തെങ്കിലും ഗസ് ഉണ്ടോ? അതിവിടെ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. 96. ഞങ്ങളെക്കാളും നന്നായിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നുണ്ട്. So your mark is 96. 96. ഇനി നമുക്ക് ഇവിടെ ഒരാളെ ഒരു കൊണ്ടുവരാനുണ്ട്. സർപ്രൈസ്. Surprise. ഇതാരാന്ന് ഗസ് ചെയ്യാവോ ആർക്കെങ്കിലും? പറ്റോ? ഞങ്ങൾ ഇവിടെയുള്ള ഒരു വീഡിയോ video കാണാം. ഒരു വീഡിയോ. ആ, okay. ഓക്കെ. ആ. ഉണ്ടായിരുന്നു. പാവനിയുടെ ഡോക്ടറാണോ? പാവനീനെ പാവനിയെ കയ്യില് ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചത് ഡോക്ടറാണോ? ഡോക്ടറാണ്. നമസ്തേ ഞാൻ നമസ്തേ. ഡോക്ടർ റിജി, കാരിത്താസ് മാതാവിലെ ഗൈനക്കോളജിസ്റ്റ് ആണ്. നിമിഷ എൻ്റെ അടുത്തായിരുന്നു സെക്കൻഡ് പ്രഗ്നൻസി ഡെലിവറിക്ക് വേണ്ടി വന്നത്. അപ്പോൾ അതിനകത്തൊരു ചെറിയ കോംപ്ലിക്കേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു 7 മന്തൊക്കെ ആയപ്പോഴത്തേക്കും ഫ്ലൂയിഡിൻ്റെ അളവ് നല്ലോണം കുറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ നിമീഷനെ അഡ്മിറ്റ് ആക്കിയിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ ഉണ്ട്, അത് 2 നേരം വെച്ചിട്ട് നിമീഷനെ കുറേ ദിവസം അഡ്മിറ്റ് ആക്കി. അപ്പോൾ ആ സമയത്ത് ഒരു 5-6 ദിവസം അഡ്മിറ്റ് ആക്കിയിട്ട് പിന്നെ നിമീഷനെ വീട്ടിൽ വിട്ടു. അപ്പോൾ നിമീഷയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഈ റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ പാട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നു. അപ്പം നിമിഷയ്ക്ക് പേടിയായിരുന്നു. ഇപ്പോൾ ഞാൻ പിന്നെ ധൈര്യമായിട്ട് പോക്കും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് നിമിഷ ഇവിടെ വന്ന് നിന്നത്. അപ്പോൾ അത് ഇപ്പോഴും നിമിഷ എന്നെ കാണുമ്പോൾ അത് പറയാറുണ്ട്. ശരിക്കും അല്ലെങ്കിൽ ഞാൻ ഓഡീഷന് സെലക്ട് ആയവരും ഡോക്ടറിനോട് പറഞ്ഞതിനെ പേടിച്ചായിരുന്നു. കാരണം നീ എങ്ങാനും പോണോ, റിസ്ക് എടുക്കണോ എന്നൊരു ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് പറഞ്ഞാൽ പോലും നമ്മളത് വേണ്ടാന്ന് വെക്കുള്ളൂ. കാരണം കുഞ്ഞിന്റെ ആണല്ലോ നമുക്ക് മെയിൻ. അതുകൊണ്ട് പക്ഷെ ഡോക്ടർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് പോക്കോ, വേണമെങ്കിൽ ആ ദിവസം ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പോരെ എന്ന് പറഞ്ഞ ഡോക്ടർ കാരണമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയത്. ഡോക്ടറിന് ഞങ്ങളുടെ ഒക്കെ ഒരു വലിയ നമസ്കാരം ആൻഡ് താങ്ക് യു ഉണ്ട്. കാരണം നിമിഷ ഇവിടെ വന്ന് എന്തൊക്കെ സംഭവങ്ങൾ നടന്നു അതിനുശേഷം ഡോക്ടറാണ് അതിന്റെ പിന്നിലെ. ഒത്തിരി നന്ദി ഡോക്ടർ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഒരു വുമന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സെറ്റിൽ നടക്കുന്നുണ്ട്. ഒരാള് പ്രഗ്നന്റ് ആവുന്നു, സൈമൾട്ടേനിയസ്ലി ഒരാള് ഡെലിവറി ചെയ്യണു, അടുത്ത ആള് പ്രഗ്നന്റ് ആവണു, അവരുടെ ലൈഫ് പോണു. ഇതിൽ കൂടെ നമ്മൾ കുറച്ച് വലുതായതിനു ശേഷം നമ്മൾ ജനിച്ച സമയത്തുള്ള വിശേഷങ്ങളൊക്കെ അമ്മമാര് പറഞ്ഞു തരുമല്ലോ. പാവനിക്കുട്ടിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മ ഒരു 10ാമത്തെ എപ്പിസോഡ് ഇടും. എന്റെ ജനനത്തെ പറ്റി ഞാൻ ഒന്ന് അറിയട്ടെ, എന്റെ പേരിടൽ ചടങ്ങൊന്നും ഞാൻ കാണട്ടെ, 15ാമത്തെ എപ്പിസോഡ് ഇട്. പിന്നെ ഞാൻ വന്നപ്പോൾ ഞാൻ എടുത്തു കേട്ടോ, എല്ലാരും എടുത്തും പൊക്കോളും. ഞങ്ങളുടെ മ്യൂസിക്കൽ വൈഫിന്റെ പാട്ടായതിന് ഒരുപാട് സന്തോഷം. എന്നെ ഈ പ്രോഗ്രാമിലോട്ട് വിളിച്ചതിന് ഇതിന്റെ ഓർഗനൈസേഷന് വെരി താങ്ക് യു സോ മച്ച് ഡോക്ടർ. നിമിഷ 96 മാർക്സ് ആണ് ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്കിനി റിസൾട്ട്സിന് വേണ്ടി കാത്തിരിക്കാം. അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാൻ പറ്റില്ല. എന്താ പറ്റില്ല? അപ്പൊ ഞാൻ പറയണം അതെന്താന്ന് ചോദിക്കണം. അപ്പൊ നീ പറയും സമയം കഴിഞ്ഞു, എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇതല്ലേ സ്ക്രിപ്റ്റ് അല്ലല്ലോ, 10-30 എപ്പിസോഡായിട്ട് ഇതേ ഡയലോഗ് അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതിന്റെ സ്ക്രിപ്റ്റ്. അപ്പോ പ്രേക്ഷകരെ നമുക്ക് എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ പാക്കലാം. ടാറ്റാ, ബൈ ബൈ. This is Fera Foods presents Regal Jewellers Musical Wife Special Partner Always Innerwear powered by Mighty Future. Bye. Next off.